ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ ഗണിതം അർദ്ധവാർഷിക മൂല്യനിർണ്ണയം 2023-24 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ മാത്ത് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വേഗം ഇത് തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്, അതൊന്നും നമ്മൾ വായിക്കുന്നില്ല. പ്രവർത്തനം 1. ചിത്രത്തിൽ BCDE എന്നീ വരകൾ സമാന്തരങ്ങളാണ്. ഓക്കെ, BCDE. ഇനി കോൺ BDE ഈക്വൽ ടു 110 ഡിഗ്രി, കോൺ CED ഈക്വൽ ടു 130 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകൾ തരുമ്പോൾ നിങ്ങൾ ഇതുപോലെ വരച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുക, ഇവിടെ ഏതൊക്കെയാണോ തന്നിട്ടുള്ളത് എന്ന്. അപ്പോൾ കോൺ BDE ആണ്, അത് 110 ആണെന്ന് തന്നിട്ടുണ്ട്. കോൺ CED എന്ന് പറയുന്നത് 130 ആണ്. രണ്ടും എതിർ കോണുകളാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം, കോൺ ABC, കോൺ ACB എന്നിവയുടെ അളവുകൾ എത്ര ഏതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോൺ ABC എന്ന് പറയുന്നത് എവിടെയാണ്? ABC, ഈ B കോണാണല്ലേ. അതുപോലെ കോൺ ACB എന്ന് പറയുന്നത് രണ്ടും ഈ ഡിയും ഇയും പോലെ തന്നെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടും ഒരേപോലെ സഹകോണുകളാണല്ലേ, രണ്ടും സഹകോണുകളാണ്. അതുകൊണ്ട് കോൺ ABC എന്ന് പറയുന്നത് നമുക്കറിയാം, ഡി എന്ന് പറയുന്നത് 110ഉം CED എന്ന് പറയുന്നത് 130ഉമാണ്. അപ്പോൾ കോൺ ABC എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്. കോൺ ACB എന്ന് പറയുന്നത് 50 ഡിഗ്രിയുമാണ്. ഓക്കെ, ഒന്ന് 70 ഡിഗ്രി, കോൺ ABC 70 ഡിഗ്രി, കോൺ ACB 50 ഡിഗ്രി, രണ്ടും സഹകോണുകളാണ്. ഇനി ഇതിലെ ബി ചോദ്യം, ത്രികോണം ADEയിലെ എല്ലാ കോണുകളുടെയും അളവുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? സമാന കോണുകളാണ്. ത്രികോണത്തിലെ കോണുകളുടെ അളവുകൾ എന്ന് പറയുന്നത് ഓരോന്നും സമാന കോണുകളാണ്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത്, അഥവാ കോൺ ADE എന്ന് പറയുന്നത് 70 ഡിഗ്രി ആയിരിക്കും. കോൺ ADE 70 ഡിഗ്രി, കോൺ AED 50 ഡിഗ്രി, കോൺ DAE 60 ഡിഗ്രി. ഇങ്ങനെയായിരിക്കും ഓരോ കോണിൻ്റെയും അളവുകൾ വരുന്നത്. ഇനി പ്രവർത്തനം 2 നോക്കാം. പ്രവർത്തനം 2 എന്ന് പറയുന്നത് ഇവിടെ ഒരു വാഴ കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ പരപ്പളവാണ്. ചതുരാകൃതിയിലുള്ള ഒരു വയലിന് 40 മീറ്റർ നീളവും 20 മീറ്റർ വീതിയുമുണ്ട്. അതിൽ ചിത്രത്തിലേതുപോലെ 3 ഭാഗങ്ങളാക്കി നെല്ലും വാഴയും മരച്ചീനിയും കൃഷി ചെയ്തു. ഇവിടെ അതിൻ്റെ ഒരു രേഖ തന്നിട്ടുണ്ട് അല്ലേ, എവിടെയാണ് നെല്ല്, എവിടെയാണ് മരച്ചീനി, എവിടെയാണ് വാഴ എന്നൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. വാഴ കൃഷി ചെയ്യുന്ന ഭാഗത്തിന്റെ പരപ്പളവ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ പരപ്പളവ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ വാഴ കൃഷി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ത്രികോണ ആകൃതിയിലാണ് അല്ലേ. അതിന്റെ മീറ്റർ, അതിന്റെ 20 മീറ്റർ ആണ് അതുള്ളത്. അതിന്റെ ഉയരം എന്ന് പറയുന്നത്, ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താണ്? അതിന്റെ ഉയരം മാത്രം കിട്ടിയാൽ മതിയോ? ഇല്ല, അതിന്റെ വീതിയും കൂടെ കിട്ടണം. അപ്പോൾ അത് എത്രയാണ്? 24 മീറ്റർ ആണ്. പക്ഷേ ഇത് ത്രികോണാകൃതിയിലാണ്, അതുകൊണ്ട് നമുക്ക് 24 എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഹാഫ് എടുക്കാൻ പറ്റുള്ളൂ, പകുതിയെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 24 ഹരിക്കണം 2 ഇൻറ്റു 20. ഇപ്പോൾ 24 ഹരിക്കണം 2 എന്ന് പറയുന്നത് 12. 12 ഇൻറ്റു 20 240 ചതുരശ്ര മീറ്റർ. പരിപ്പളവായതുകൊണ്ട് ചതുരശ്ര മീറ്റർ എന്നും കൂടെ എഴുതണം. ഇനി ഇതിലെ ബി ചോദ്യം നോക്കൂ. മരച്ചീനി കൃഷി ചെയ്യുന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് എത്ര? മരച്ചീനി എവിടെയാണ്? മരച്ചീനി 40 മീറ്റർ ആണല്ലേ. 40 മീറ്റർ മൊത്തമാണ്, അതിൽ 20 മീറ്റർ തന്നെയാണ്. പക്ഷെ അതിൻ്റെ വീതി എന്ന് പറയുന്നത് 28 മീറ്റർ ആണ്. ത്രികോണമായതുകൊണ്ട് അതിൻ്റെ ഹാഫാണ്. അപ്പോൾ 28 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 20. അപ്പോൾ 14 ഇൻറ്റു 20 ചെയ്യുമ്പോൾ 280 ചതുരശ്ര മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, 14 എന്ന് പറയുന്നത് 28 ഹരിക്കണം 2 ചെയ്യുമ്പോൾ 14 കിട്ടും. പിന്നെ ആ ഒരു 20 ഉയരം കൂടെ നമ്മൾ കണക്കാക്കിയിട്ട് 14 ഇൻറ്റു 20 280 ചതുരശ്ര മീറ്റർ എന്ന് കിട്ടും. ഇനി അതിൽ മൂന്നാമത്തെ ചോദ്യം നോക്കൂ. നെൽകൃഷി ചെയ്യുന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെൽകൃഷിയുടെ ഭാഗം നമുക്ക് തന്നിട്ടില്ല. 20 മീറ്റർ ആണെന്ന് നമുക്കറിയാം, പക്ഷേ വീതി നമുക്കറിയില്ല. പക്ഷെ നമുക്കിതിൻ്റെ മൊത്തം വീതി അറിയാം. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ മൊത്തം ആണ് നമ്മൾ കാണേണ്ടത്. അതിൽ നിന്നും നമ്മൾ വാഴക്കൃഷിയും മരച്ചീനിയും കുറച്ചാൽ മതി. അങ്ങനെ മൊത്തം എന്ന് പറയുന്നത് 40 ആണ്. 40 ഇൻറ്റു 20 ചെയ്യുമ്പോൾ 800 കിട്ടും. ഇനി 800-ൽ നിന്ന് നമ്മൾ ആകെ പരപ്പളവാണ് 800. അതിൽ നിന്നും മരച്ചീനിയും വാഴക്കൃഷിയും കുറയ്ക്കുമ്പോൾ 800 മൈനസ്
240 മൈനസ് 280. 240 എന്ന് പറയുന്നത് നമ്മുടെ വാഴക്കൃഷിയും 280 എന്ന് പറയുന്നത് നമ്മുടെ മരച്ചീനിയുമാണ്. അത് രണ്ടും കൂടെ കുറക്കുമ്പോൾ 280 കിട്ടും. 280 ചതുരശ്ര മീറ്ററാണ് ഇവിടെ ഈ നെൽകൃഷിയുടെ പരപ്പളവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്രവർത്തനം 3. 90 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ ഒരു മിനിറ്റിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 90 കിലോമീറ്റർ പെർ മണിക്കൂറാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മണിക്കൂർ എന്ന് പറയുന്നത് നമുക്കറിയാം 60 മിനിറ്റ് ആണ് അല്ലേ. അപ്പോൾ 90 ഡിവൈഡഡ് ബൈ 90 ഹരിക്കണം 60. അപ്പോൾ 1.5 അഥവാ 1.5 കിലോമീറ്റർ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ എ എന്ന് പറയുന്നത് 1.5 കിലോമീറ്റർ. ഇനി ബി ചോദ്യം, ഈ ട്രെയിൻ ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ സഞ്ചരിക്കും? അഥവാ ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ ആണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു മിനിറ്റിലാണ് 1.5 കിലോമീറ്റർ എന്ന് കണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 1.5 കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം. അഥവാ 1.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1500 മീറ്റർ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. അപ്പോൾ 1.5 കിലോമീറ്റർ എന്ന് പറയുന്നത് 1500 മീറ്റർ ആണ് നമ്മൾ കണ്ടെത്തി. ഇനി ഈ 1500നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരു സെക്കൻഡ് സഞ്ചരിക്കുന്ന മീറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ 1500 ഹരിക്കണം 60 ചെയ്യുമ്പോൾ നമുക്ക് 25 കിട്ടും. 25 മീറ്ററാണ് ഒരു സെക്കൻഡിൽ ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിലെ സി ചോദ്യം, 90 കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകാൻ 175 മീറ്റർ നീളമുള്ള ട്രെയിനിന് എത്ര സമയം വേണം? എങ്ങനെയാണ് നമ്മൾ കാണുക? 175 ഹരിക്കണം 25. അപ്പോൾ അവിടെ 7 എന്ന് ഉത്തരം കിട്ടും. 7 സെക്കൻഡാണ് ആ ട്രെയിനിന് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് പ്രവർത്തനം 4ലേക്ക് കടക്കാം. സമചതുരാകൃതിയിലുള്ള ഒരു പൂന്തോട്ടത്തിൻ്റെ പരപ്പളവ് 1024. ഓക്കെ, ഒരു പൂന്തോട്ടത്തിൻ്റെ സമചതുരാകൃതിയാണ്. ആ പൂന്തോട്ടത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 1024 ചതുരശ്ര മീറ്റർ ആണ്. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. എങ്ങനെയാണ്? നമുക്കറിയാം 1024ൻ്റെ വർഗ്ഗമൂലം കണ്ടെത്തിയാൽ മതി. 1024 വർഗ്ഗരൂപം എന്ന് പറയുന്നത് 32 മീറ്റർ ആണ്. ഇത് ശരിയാണോ നോക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കറിയാം എന്താണ്? നീളം ഇൻറ്റു വീതിയാണല്ലേ. അപ്പോൾ ഇത് സമചതുരമായതുകൊണ്ട് നീളവും 32 ആണ്, വീതിയും 32 ആണ്. അഥവാ 32 × 32 കിട്ടും. ഗുണിക്കുമ്പോൾ നമുക്ക് 1024 കിട്ടുന്നുണ്ടെങ്കിലാണ് ഇത് ശരിയായ ഉത്തരമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. അപ്പോൾ 1024 കിട്ടുന്നുണ്ട്, അതുകൊണ്ട് 32 മീറ്റർ ആണ് അവിടെ ശരിയായ ഉത്തരം. ഇനി ഇതിനെ ബി ചോദ്യം, പൂന്തോട്ടത്തിൻ്റെ പുറത്തുകൂടി 2 മീറ്റർ വീതിയിൽ ഒരു പാതയുണ്ട്. പാതയുടെ പരപ്പളവ് എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 മീറ്ററുള്ള ഒരു പാതയുമുണ്ട്, അതല്ലാത്തതുമുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സമചതുരാകൃതി എന്ന് പറയുന്നതിൻ്റെ പരപ്പളവ് നമുക്കറിയാം 1024 ആണെന്ന്. ഇനി അതിൻ്റെ പുറത്തുകൂടെ പോകുന്ന ഈ 2 മീറ്ററും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ പരപ്പളവും കൂടെ കണ്ടിട്ട് രണ്ടും കൂടെ കുറച്ചാലാണ് നമുക്ക് ശരിയായ പാതയുടെ പരപ്പളവ് കിട്ടുന്നത്. അപ്പോൾ ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 2 മീറ്ററാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ 32 മീറ്ററാണ് അതിൻ്റെ ഒറിജിനൽ. പരപ്പളവും കൂടെ ആ 2 മീറ്റർ പുറത്തു കൂടെ പോകുന്ന വീതിയും കൂടെ കൂട്ടുമ്പോൾ നമുക്കറിയാം വീതിയും 2 വരും, നീളവും 2 വരും. അഥവാ 32ൻ്റെ കൂടെ 4ഉം കൂടെ കൂട്ടണം, 36 കിട്ടും. അപ്പോൾ ആ പാതയുടെ ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 36 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അതിൻ്റെ പരപ്പളവ് എങ്ങനെ കാണാം? വളരെ ഈസിയാണ്. 36 × 36 ചെയ്യുമ്പോൾ 1296 എന്ന് ഉത്തരം കിട്ടും. ഇനി ഈ 1296നെ ഈ 1024ൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് ഈ ഒരു പാതയുടെ പരപ്പളവ് കണക്കാക്കാൻ കഴിയും. അപ്പോൾ 1296 മൈനസ് 1024 272 ചതുരശ്ര മീറ്റർ ആണ്. ഓക്കെ, ചതുരശ്ര മീറ്റർ. ഈ ഒരു മീറ്ററും കൂടെ നിങ്ങൾ എഴുതാൻ മറന്നു പോകരുത്, കാരണം പരപ്പളവാണ്. അപ്പോൾ 272 ചതുരശ്ര മീറ്റർ ആണ് ഈ ഒരു പാതയുടെ പരപ്പളവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രവർത്തനം 5 നോക്കാം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ 1/2 കൃതിയായി എഴുതാൻ കഴിയാത്തത് ഏത്? 1/2 അഥവാ ഹാഫിൻ്റെ കൃതിയായിട്ട് എഴുതാൻ കഴിയാത്തത് ഏതാണ്? 1/4. 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹാഫിൻ്റെ കൃതിയാണ്. 1/6 എന്ന് പറഞ്ഞാലോ? അല്ല. 6ൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് ഹാഫ് അല്ല. 8ൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാലും അത് ഹാഫാണ്. 1/16 എന്ന് പറയുന്നതും ഹാഫാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 1/2 കൃതിയായി എഴുതാൻ കഴിയാത്തത് 1/6 ആണ്. ഓക്കെ, ബി ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ പൂർണ്ണവർഗമല്ലാത്തത് ഏതാണ്? 4000 ആണ്. 4000 ആണ് പൂർണ്ണവർഗമല്ലാത്തത്. സി ചോദ്യം, വിച്ച് ഈസ് ദ നോട്ട് ഈക്വൽ ടു 256. 256ന് തുല്യമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? 2:1
8 4:4 16:2 8:3 ഏതാണ് 8:3 ആണ് അല്ലാത്തത് 8:3 ഡി 2:10 തുല്യമായത് ഏതാണ് 2:5 ഇൻറ്റു 2:5 അതാണ് അതിന് ഈക്വൽ ആയിട്ടുള്ളത് തുല്യമായിട്ടുള്ളത്. ഇനി 25:2 ഇൻറ്റു 4:2 ഇതിന് എങ്ങനെയാണ് ഇത് എത്രയാണ് 10,000 ആണ് ഉത്തരം വരുന്നത്. ഓക്കെ 10,000. ഇനി നമുക്ക് നേരെ അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 6 ആണ്. ആലുവായിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 240 കിലോമീറ്റർ ദൂരമുണ്ട്. അമ്മു ആലുവായിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്ത ട്രെയിൻ ശരാശരി 40 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലാണ് സഞ്ചരിച്ചത്. യാത്രയ്ക്ക് എത്ര സമയം വേണ്ടി വന്നു? എങ്ങനെയാണ് ആകെ ദൂരം എന്ന് പറയുന്നത് 240 ആണ്. 40 ശരാശരി 40 കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിച്ചത്. അപ്പോൾ 240 ഹരിക്കണം 40 ചെയ്യുമ്പോൾ 6 മണിക്കൂറാണ് അവരെടുത്ത സമയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇനി ഇതിലെ ബി ചോദ്യം, അമ്മു തിരികെ പോയത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിലാണ്. 4 മണിക്കൂർ കൊണ്ട് ആലുവായിലെത്തി. ഈ ട്രെയിനിൻ്റെ ശരാശരി വേഗം എത്രയാണ്? അപ്പോൾ അമ്മു തിരികെ പോയത് എവിടെ നിന്നാണ്? തിരുവനന്തപുരത്ത് നിന്ന് ആലുവായിലേക്കാണ്. അപ്പോൾ സെയിം ദൂരം തന്നെയാണ് 240 ആണ് അവരുടെ ദൂരം എന്ന് പറയുന്നത്. കിലോമീറ്റർ എന്ന് പറയുന്നത് 240 തന്നെയാണ്. പക്ഷേ അവർ പോയത് 4 മണിക്കൂർ കൊണ്ടാണ്. അപ്പോൾ എത്രയാണ് 240 ഹരിക്കണം 4. അപ്പോൾ 60 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. 60 കിലോമീറ്റർ പെർ മണിക്കൂർ. ഇനി ഇതിലെ സി ചോദ്യം, 2 യാത്രയും കൂടി പരിഗണിച്ചാൽ ശരാശരി വേഗം എത്രയാണ്? അപ്പോൾ ശരാശരി വേഗത എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക? ആകെ സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ ആകെ സമയം. ആകെ സഞ്ചരിച്ച ദൂരം എത്രയാണ്? 480 ആണ്. 480 എങ്ങനെ കിട്ടിയത്? 240 ആലുവായിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും 240 തിരുവനന്തപുരത്ത് നിന്ന് ആലുവായിലേക്കും. അപ്പോൾ 240 പ്ലസ് 240 480. ഇനി 480 ആകെ സമയം എന്ന് പറയുന്നത് 10 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 480 ഹരിക്കണം 10 48 കിലോമീറ്റർ പെർ മണിക്കൂർ. ഓക്കെ 48 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. ഇനി പ്രവർത്തനം 7 നോക്കാം. ത്രികോണം LMNൽ LM = 6 സെൻറ്റിമീറ്റർ, MN = 7 സെൻറ്റിമീറ്റർ, കോൺ M = 70 ഡിഗ്രി. ത്രികോണം വരയ്ക്കുക. അപ്പോൾ കൂട്ടുകാർ ഇതൊന്ന് വരച്ച് നോക്കുക. നിങ്ങളുടെ സ്കെയിലും പ്രൊട്രാക്ടറും എല്ലാം എടുത്തിട്ട് നിങ്ങളൊന്ന് വരച്ച് നോക്കിയാൽ മതി. LM എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. MN എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ കോണളവും തന്നിട്ടുണ്ട്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ത്രികോണത്തിൻ്റെ വശങ്ങളല്ലാത്ത അളവുകൾ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ A 2 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ, B എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ. പിന്നെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് എന്താണ്? സി എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ. ഡി എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ. ഇതിൽ ത്രികോണത്തിൻ്റെ വശങ്ങളല്ലാത്ത അളവ് എന്ന് പറയുന്നത് ഏതാണ്? ഉത്തരം ഡി ആണ്. 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് അവസാനത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 8. ഒരു കപ്പിൽ 7 തവണ വെള്ളം എടുത്ത് ഒഴിക്കുമ്പോൾ വലിയ ബക്കറ്റ് നിറയും. അതേ കപ്പിൽ 5 തവണ വെള്ളം എടുത്ത് നിറക്കുമ്പോൾ ചെറിയ ബക്കറ്റ് നിറയും. വലിയ ബക്കറ്റിൻ്റെയും ചെറിയ ബക്കറ്റിൻ്റെയും അളവുകളുടെ അംശം എന്ത്? എത്രയാണ്? 7 തവണ വെള്ളം എടുത്തിട്ടാണ് അല്ലേ? 7 തവണ വെള്ളം എടുത്ത് ഒഴിക്കുമ്പോൾ വലിയ ബക്കറ്റ് നിറയും. അതേ കപ്പിൽ 5 തവണയാണ്. അപ്പോൾ അവിടെ 7/5 ആണ് അല്ലേ? ഇനി ഇവിടെ ബി ചോദ്യം, ഒരു കപ്പ് നിറക്കാൻ 1 കപ്പും 1/4 ഗ്ലാസ് വെള്ളവും വേണം. അതോ 1/4 ഗ്ലാസ് വെള്ളവും വേണം. ഒരു കുപ്പി നിറക്കാൻ 2.5 കപ്പ് വെള്ളം വേണം. കപ്പിൻ്റെയും കുപ്പിയുടെയും അളവുകൾ തമ്മിലുള്ള അംശം എന്ത്? അപ്പോൾ ഇവിടെ 1ഉം 2.5 ആണല്ലേ? അപ്പോൾ അവിടെ 1/1/2. ഓക്കെ. സി ചോദ്യം, കുപ്പിയുടെ ഉള്ളളവ് 500 മില്ലി ലിറ്റർ ആണ്. കുപ്പിയുടെ ഉള്ളളവ് 500 മില്ലി ലിറ്റർ ആണ്. കുപ്പിയിലെ വെള്ളം എത്രയാണ്? 1/7 ആണ് എന്ന അംശത്തിൽ 2 ചെറിയ കുപ്പികൾ ഒഴിച്ചു. ഓരോന്നിൻ്റെയും എത്ര അളവിൽ വെള്ളം ഉണ്ടാവും? അപ്പോൾ എങ്ങനെയാവും? ചെറിയ കുപ്പിയിലെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 500 × 3/10. ഓക്കെ, അഥവാ 150 മില്ലി ലിറ്റർ ആയിരിക്കും. വലിയ കുപ്പിയിലെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 350 മില്ലി ലിറ്റർ ആയിരിക്കും. കാരണം ടോട്ടൽ 500 ആണ്. അപ്പോൾ അവിടെ വലിയ കുപ്പിയിലെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 350 മില്ലി ലിറ്ററും ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മാത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.